അടിയും തിരിച്ചടിയുമായി കളിക്കളത്തിലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും മനോഹരമായ നിമിഷങ്ങളെ സമ്മാനിച്ച പഞ്ചാബ് എഫ്സിയും എഫ് സി ഗോവയും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ പിരിഞ്ഞു. രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതമടിച്ച് 6 ഗോളുകൾ പെടുന്ന ഒരു ത്രില്ലർ പോരാട്ടമായി ഇന്നത്തെ മത്സരം മാറി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കളിയുടെ തുടക്കത്തിൽ തന്നെ 5-ാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിക്ക് ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന കാൽ മക്കു മനോഹരമായിട്ട് കൺവേർട്ട് ചെയ്ത് കളിക്ക് വളരെ തുടക്കത്തിലെ ഒരു ഏർലി ലീഡ് നൽകുവാൻ എഫ് സി ഗോവയ്ക്ക് കഴിഞ്ഞു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എഫ് സി ഗോവയുടെ ഏകപക്ഷീയമായ ഒരു ഗോൾ മാത്രമായിരുന്നു കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ കളി മാറുകയായിരുന്നു. രണ്ടാം പകുതിയിലെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ സജീവമായ മുന്നേറ്റ നീക്കം ഒരുക്കിയത് പഞ്ചാബ് എഫ് സി ആയിരുന്നു. പഞ്ചാബ് എഫ് സിയുടെ ആ ഒരു ഗോള് വളരെ മനോഹരമായിട്ട് ജോർദൻ വിൽബർഗിൽ കാത്തിരുന്ന കഴുകനെ പോലെ. ഞാൻ ജോർദൻ വിൽബർഗിലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഗോളുകളുടെ മണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കഴുകനാണെന്നോ, അതായത് ഭക്ഷണത്തിന് വേണ്ടി കഴുകൻ മണം പിടിച്ച് കാത്തു നിൽക്കുന്നത് പോലെ വൾച്ചറിനെ പോലെ ഗോൾമുഖത്ത് കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്ന മനുഷ്യനാണ് ജോർദൻ വിൽബർഗിൽ. അയാൾക്ക് എപ്പോഴും ഗോളുകളുടെ ഗന്ധം ശ്വസിച്ചറിയാൻ കഴിയും. അങ്ങനെ ആ ഒരു ടാപ്പിൻ ഗോളിലൂടെ അദ്ദേഹം സമനില നേടിക്കൊടുത്തു. അതിനുശേഷം കണ്ടത് പഞ്ചാബിന്റെ മുന്നേറ്റമായിരുന്നു. പിന്നെ ലൂക്ക മജിസണിൽ കൂടി മനോഹരമായിട്ടുള്ള ഒരു ഗോൾ നേടി പഞ്ചാബ് മത്സരത്തിൽ ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം നമ്മുടെ മലയാളി താരമായിട്ടുള്ള സല ബോക്സിനുള്ളിൽ വെച്ച് ഗോവൻ താരത്തിന്റെ ജേഴ്സിയിൽ പിടിച്ചതിന്റെ പേരിൽ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക് ഗോവയ്ക്ക് കിട്ടുന്നു. അത് വളരെ കാം ആൻഡ് കൂളായിട്ട് ഗോളിയെ തെറ്റായ ദിശയിലേക്ക് സഞ്ചരിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി പ്രതീക്ഷയായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന നോഹ സൗദി വലയിലേക്ക് എത്തുന്നു. മത്സരത്തിനിടയിൽ നോഹയുടെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഗോൾ പോസ്റ്റിൽ ഇടിച്ച് മുകളിലേക്ക് പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അങ്ങനെ കളി സമനിലയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പഞ്ചാബ് ഒരു ഗോളും കൂടി നേടുന്ന കാഴ്ചയാണ് കണ്ടത്. മത്സരത്തിലെ ഏറ്റവും മികച്ച ഗോൾ ഒരുപക്ഷെ അതായിരിക്കാം. യുവാൻ മെറയുടെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റത്തിനൊടുവിൽ അദ്ദേഹം മനോഹരമായിട്ട് തന്നെ പന്ത് ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കളി ഏതാണ്ട് അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങി തുടങ്ങി. പഞ്ചാബ് സ്വപ്ന സമാനമായ ഒരു വിജയം സ്വന്തമാക്കിയെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മനോഹരമായിട്ട് കാർലോസ് മാർട്ടിൻസ് മറ്റൊരു ഗോൾ നേടിയത്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 84-ാം മിനിറ്റിൽ കാർലോസ് മാർട്ടിൻസും കൂടി ഗോൾ നേടിയതോടുകൂടി രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതം അടിച്ച് എഫ് സി ഗോവയും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു.